വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രെഡിലാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. കഴിച്ചു നോക്കിയാൽ അറിയില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതുണ്ടാക്കിയെടുത്തത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് വേണം. ഞാനിവിടെ 9 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം മെഷർമെൻറ്റ്സിൽ നോക്കിയാൽ 190 ഗ്രാം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സി ജാറിലിട്ടിട്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട, ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തോളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മൈദ, ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 110 ml വെജിറ്റബിൾ ഓയിൽ വേണം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു കേക്ക്. അടുത്തത് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 125 ഗ്രാം പഞ്ചസാര ചേർക്കുകയാണ്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ ചാനലിൽ ഹണി കേക്ക്, കണ്ടൻസ് മിൽക്ക് കേക്ക്, പിന്നെ ടീ കേക്ക്, അങ്ങനെ ഓരോ കേക്ക് റെസിപ്പീസായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും അടുത്തടുത്തല്ലെങ്കിലും ഗ്യാപ്പ് ഇട്ടെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നല്ല അടിപൊളി കേക്കിൻ്റെ റെസിപ്പീസ് ഇനിയും വരാനിരിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാം കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. പഞ്ചസാരയും മുട്ടയും ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു കളറിലേക്ക് മാറും. നല്ല വെളുത്ത കളറായി മാറും. ഈ വെളുത്ത കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, പിന്നെ കേക്ക് നല്ല ഹാർഡായി പോവും. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർക്കുക. എന്നിട്ട് പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കുത്തി ഫോൾഡ് ചെയ്യരുത് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ബീറ്റർ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബീറ്റർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുട്ട പൊങ്ങി വന്നതൊക്കെ, ബീറ്റ് ചെയ്ത് ഫ്ലഫിയായി വന്നതൊക്കെ പിന്നെയും താണു പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. നന്നായി മിക്സ് ആവും വേണം, എന്നാൽ നമുക്ക് ബീറ്റായി വന്നതൊട്ട് പോകാനും പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലും ഗീയും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഈ കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 7 ഇഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു ബേക്കിംഗ് ഒക്കെ എപ്പോഴും ചെയ്യണവരുടെ കയ്യിൽ മസ്റ്റായി വേണ്ട ഒരു കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. അത്ര എളുപ്പമാണ്. ഞാനത് വാങ്ങിയ ശേഷം അല്ലെങ്കിൽ മുറിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇത് ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് സ്പൂണിലാക്കി ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനിൽ 170 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് കേക്ക് റെഡിയായി. ഇത് നന്നായിട്ട് ആറിയ ശേഷം അൺമോൾഡ് ചെയ്യുക. അതിനുശേഷം ഈക്വലായിട്ട് കട്ട് ചെയ്യുക. സൈഡ്സൊക്കെ ഞാൻ ആദ്യം കട്ട് ചെയ്തില്ല, പിന്നെ എനിക്കത് കട്ട് ചെയ്താൽ നന്നായിരിക്കും തോന്നി കട്ട് ചെയ്തു കേട്ടോ. പഞ്ഞി പോലത്തെ കേക്കാട്ടോ, അത്രയും സോഫ്റ്റാണ്. എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം. ക്രീം കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല, പക്ഷേ ഇതുപോലുള്ള ടീ കേക്ക്സ് എല്ലാവരും ഒരുപോലെ കഴിക്കണതാണ് അല്ലേ.
ഒരു ഗ്ലാസ് ചായയും ഈ ഒരു കേക്കിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ നല്ല ഉഷാറായി. അപ്പോൾ ഇത് കണ്ടോ, എന്ത് രസമാണ് സ്ലൈസ് കാണാനായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വീണ്ടും വീണ്ടും പറയണം കേട്ടോ. അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് പറയണത്. സോഫ്റ്റാണ്, ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോണ ഒരു കേക്കാട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത എല്ലാ കേക്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, അത്രയും നല്ലതായതുകൊണ്ട് മാത്രം കേട്ടോ പറയണത്. അപ്പോൾ നന്നായി കിട്ടാത്ത കേക്കുകളും ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറേ ഇല്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്